2020 2025 വരെ വാറണ്ടി ലഭിക്കുന്ന ഷാർപ്പ് ഓട്ടോമാറ്റിക് MG ഹെക്ടർ സ്വന്തമാക്കാം. 18,000 കിലോമീറ്റർ മാത്രമേ നിലവിൽ ഓടിയിട്ടുള്ളൂ. DST ആയിരിക്കുമല്ലോ അല്ലേ? ഗിയർ ബോക്സ് TSI DST അല്ലല്ലോ, ഗിയർ ബോക്സ് DST ഫുൾ ഓപ്ഷനിലാണ് വരുന്നത്. ഫുൾ ഓപ്ഷനിലാണ് വരുന്നത്. അത്രേ ഓടിയുള്ളൂ. സർവീസ് ഒന്നും ചെയ്യാനില്ല. എടുത്തപാട് ഇനിയിപ്പോൾ 5,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് സർവീസ് ചെയ്താൽ, അല്ലെങ്കിൽ ആ ടൈം പീരീഡ് 1 വർഷത്തിന്റെ ഗ്യാപ്പിലാണ് നോർമലി നമ്മുടെ വണ്ടി വെറുതെ വെക്കുകയാണെങ്കിൽ സർവീസ് ചെയ്യാറ്. ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ മൈലേജ് എന്ന് പറയുന്നത് 12 മുതൽ ഒരു 16 വരെയൊക്കെയാണ് മൈലേജ് പറയാൻ പറ്റുക. അതിൻ്റെ ഇടക്കായിട്ടാണ് ഓടിക്കുന്നത്, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിതിൻ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഷോറൂം കോഴിക്കോട് ക്യാപ്സ് കാസ് ആണ്. കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത്. എന്നത്തെയും പോലെ തന്നെ നമ്മുടെ കൂടെ അനസുണ്ട്. അനസേ, സ്വാഗതം. വെൽക്കം. സുഖല്ലേ? സുഖല്ലേ? സുഖം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ സ്ഥിരം വണ്ടികൾ തന്നെയാണെന്ന് ഞാനും വിചാരിക്കുന്നു. ചെറിയ 1-2 കുശാക്ക എക്സ്ട്രാ ഉണ്ട്. അതുണ്ട്. സെൽട്ടോസ്, ക്രെറ്റ, സെൽട്ടോസ്, MG ഇതൊക്കെ തന്നെയായിരിക്കുമല്ലോ. അത് കൂടുതലുണ്ട്. അതുണ്ട്, എന്തായാലും ഉണ്ടാവും. അതില്ലാണ്ട് ക്യാപ്സ് ഇല്ലല്ലോ അല്ലേ? ഓക്കെ, എന്തൊക്കെ ഓഫേഴ്സോ കാര്യങ്ങളോ നടക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ നോർമലി നമ്മൾ എന്നും കൊടുക്കുന്ന പോലെ തന്നെ ബൈബാക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ റേറ്റ് ഒക്കെ തന്നെ ഓഫർ നമ്മളെ റേറ്റ് കുറച്ച് കൊടുക്കാം. എല്ലാത്തിനും കുറച്ചിട്ട് കാണുന്നവർ വെറുതെ കണ്ടിരിക്കേണ്ട ആവശ്യം വരില്ല. ഇല്ല, വരില്ല. ഉപകാരപ്പെടും. എടുക്കാൻ പോവാ ആ രീതിയിലുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഒക്കെ മോഡൽ കൂടിയതും വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടികളൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, അതിൽ തന്നെ കമ്പനി വാറണ്ടി എല്ലാം വരുന്നുണ്ട്. അതെ, ഓക്കെ, ആയിക്കോട്ടെ. എന്തായാലും കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. നമ്മുടെ വാട്സപ്പ് ചാനൽ, ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജസ് തുടങ്ങിയവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, വിട്ടുപോകരുത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാമല്ലോ. ചെറുവണ്ടി ഉണ്ടോ? ചെറുതും ഉണ്ട്. 1-2 ഒരു 4 വണ്ടിയോളം ചെറുത് കാണിക്കുന്നു. ചെറുവണ്ടികളുണ്ടല്ലോ, വലുതും കാണിക്കും. 2 കാണിക്കുന്നുണ്ട്. മിക്സ് ആണ്. കോമ്പാക്ട് SUV, സെഡാനില്ലല്ലോ? സെഡാനില്ല. ഓക്കെ. എന്തായാലും ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. നമ്മുടെ ആദ്യ വാഹനം ഒരു റെഡ് സ്കോഡ കുഷാക് KL1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ഓക്കെ, എങ്ങനെയാ? ഇത് 2021 മോഡലാണ്. 22 രജിസ്ട്രേഷൻ വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണറിൽ 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 1.5 വരുന്നത്? അല്ല, 1.0 ടെർബോ എഞ്ചിനാണ് വരാം. ടെർബോ എഞ്ചിൻ. അംബിഷൻ ആണ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. അംബിഷൻ. അപ്പോൾ ഇത് DST ആയിരിക്കുമല്ലോ അല്ലേ? ഗിയർ ബോക്സ് TSI DST അല്ലല്ലോ, ഗിയർ ബോക്സ് DST ഫുൾ ഓപ്ഷനിലാണ് വരുന്നത്. ഫുൾ ഓപ്ഷനിലാണ് വരുന്നത്. ഇത് TSI 1. ടെർബോ എഞ്ചിനാണ് വരാം. ടെർബോ എഞ്ചിൻ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓക്കെ, വാറണ്ടി എത്ര കൊടുക്കുന്നുണ്ട് സ്കോഡ? ഇതിനൊക്കെ 4 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. 4 years. അപ്പോൾ 21 25 വരെ ഉണ്ടാവും അല്ലേ? 22 രജിസ്ട്രേഷൻ. അപ്പോൾ 22 രജിസ്ട്രേഷൻ. ഓക്കെ, 26 വരെ വാറണ്ടി ഉണ്ടാവും. ഓക്കെ, പിന്നെ അംബിഷൻ ആട്ടോ ഓപ്ഷൻ വരുന്നത്. അതായത് സൺറൂഫ് ഉണ്ടാവില്ല എന്നുള്ള കുറവാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്കോഡ കുഷാക് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ മാനുവൽ സെയിം സാധനം. മാനുവൽ അല്ല, റെഡ്. അതെ, അതൊരു ഡൗട്ട്. മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. മൈലേജ് കുറവായിരിക്കും. മൈലേജ് 12-13 സിറ്റിയിൽ കിട്ടുന്നതാണ്. സ്ട്രേറ്റ് റോഡ് ആണെങ്കിൽ ഒരു 15 റേഞ്ച് കിട്ടും. ഓക്കെ, പറഞ്ഞോളൂ പ്രൈസിങ് എങ്ങനെ? റേറ്റ് നമ്മൾ വയ്ക്കുന്നത് 13,90,000. 13,90,000 21 മോഡൽ 22 രജിസ്ട്രേഷൻ ആംബിയൻറ്റ് ഓട്ടോമാറ്റിക് 1 ലിറ്റർ കുഷാക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതെ അല്ലേ? ഓക്കെ, എത്ര ലോൺ കയറും? ലോണൊക്കെ 90% എന്തായാലും ലോൺ കയറും. ചെയ്യാൻ പറ്റും അല്ലേ? ചെയ്യാൻ. ഇപ്പോൾ വാറണ്ടി ഉള്ള വാഹനമാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇല്ല. വാറണ്ടി ഇല്ലാത്ത വാഹനങ്ങൾക്ക് നിങ്ങളുടെ വാറണ്ടി ഉണ്ടല്ലോ? നമ്മളെ വാറണ്ടി ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ വാറണ്ടി ഉണ്ട്, എല്ലാം കൊണ്ടും വാറണ്ടി ഉണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവർക്കും സ്കോഡ വോക്സ്വാഗൺ ഭയങ്കര മെയിൻ്റനൻസ് ഉണ്ടോ എന്നുള്ള ഒരു പേടിയുണ്ട്. ആക്ച്വലി ഇപ്പോൾ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇപ്പോൾ മെയിൻ്റനൻസ് ഒക്കെ നോർമലാണ്, വളരെ നോർമലാണ്. ഇതിൻ്റെ ഡീസലിനാണ് മുമ്പ് അത്യാവശ്യം മെയിൻ്റനൻസ് വന്നുകൊണ്ടിരുന്നത്. ഡീസലിനാണ് ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെ മെയിൻ്റനൻസ് വന്നുകൊണ്ടിരുന്നത്. അത് എല്ലാ ഡീസൽ വണ്ടിക്കും കോമൺ ആയിട്ട് വരുന്നതാണ്. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. കിയ സെൽട്ടോസ് KL7 രജിസ്ട്രേഷൻ. ഇവിടെ ഇങ്ങനത്തെ വണ്ടികൾ തന്നെ ഉണ്ടാവും. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡലാണ്. HTX ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണറിൽ 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അതെ, ടോപ്പിന്റെ തൊട്ട് താഴെയാണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വെന്റിലേഷൻ സീറ്റ് ഉണ്ടാവില്ല ഇല്ല. GT ലൈനിലാണ് വരുന്നത്. GT ലൈനിലാണ് വരുന്നത്. ഓക്കെ, വാറണ്ടി 5 വർഷമാണോ? 5 വർഷത്തെ 3 വർഷമാണ് കമ്പനി കൊടുക്കുന്നത്. 2 വർഷം എക്സ്റ്റൻഡ് ആണ് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2025 വരെ കമ്പനി വാറണ്ടിയിലുള്ള വാഹനമാണ്. അതെ, എന്ത് പണി വന്നാലും നിങ്ങൾക്ക് വാറണ്ടിയിൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, ഓക്കെ. സർവീസ് ഇപ്പോൾ ലാസ്റ്റ് എപ്പോൾ കഴിഞ്ഞ് അറിയോ? സർവീസ് 32,000 സർവീസ് കഴിഞ്ഞാണ്. ഇപ്പോൾ ടോട്ടൽ എത്ര ഓടി? ഇപ്പോൾ 36. അത്രേ ഓടിയുള്ളൂ. സർവീസ് ഒന്നും ചെയ്യാനില്ല. എടുത്തപാട് ഇനിയിപ്പോൾ 5,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് സർവീസ് ചെയ്താൽ, അല്ലെങ്കിൽ ആ ടൈം പീരീഡ് 1 വർഷത്തിന്റെ
ഗ്യാപ്പിലാണ് നോർമലി നമ്മുടെ വണ്ടി വെറുതെ വെക്കുകയാണെങ്കിൽ സർവീസ് ചെയ്യാറ്. അതും ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പറഞ്ഞോളൂ എത്ര കൊടുക്കാം? നമ്മൾ റേറ്റ് വയ്ക്കുന്നത് 12,90,000. 2020 സെൽട്ടോസ് HT-X 12,90. ഓക്കെ, ലോൺ എത്ര കയറും? ലോണൊക്കെ നമുക്കൊരു 11.5 റേഞ്ച് ലോൺ കയറും. 12 വരെ കയറും. 12 ലക്ഷം വരെ കിട്ടും അല്ലേ? ലോൺ കയറും. ഒരു 1 lakh IP കണ്ടാൽ ഇറക്കാൻ പറ്റുന്ന വാഹനമാണ്. വലിയൊരു ഓട്ടോ ഓടിയില്ല. സിംഗിൾ ഓണർഷിപ്പ് തന്നെയല്ലേ ഇപ്പോൾ? സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ഇപ്പോൾ ബമ്പറിലൊക്കെ റീപെയിന്റുകൾ കയറിയിട്ടുണ്ടാവും. നമ്മൾ മൈലേജ് വിട്ടുപോയോ? മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഒക്കെ എന്തായാലും 15ന്റെ മുകളിൽ മൈലേജ് കൺഫേം ആയിട്ട് കിട്ടും. പെട്രോൾ ആണ് 15ന്റെ മുകളിൽ കിട്ടും. കൺഫേം ആയിട്ട് സ്ട്രേറ്റ് റോഡ് കിട്ടും. സ്ട്രേറ്റ് റോഡ് ഹൈവേസിലൊക്കെ കിട്ടും. ഹൈവേസിൽ കിട്ടും. സിറ്റിയിൽ 12-13 ഉണ്ടാവും. 12, 13, 14 വരെ മാക്സിമം. ഓക്കെ, നിങ്ങൾക്കൊന്നും മാറ്റി പിടിക്കരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു ബോറടിച്ച് തുടങ്ങിയില്ലേ ഇല്ലേ വണ്ടികൾ? പക്ഷെ നമ്മളെ കസ്റ്റമേഴ്സിന് നമ്മളെ ബോറടിക്കുന്നില്ല. MGയും സെൽട്ടോസും ഒക്കെ തന്നെയാണ് ഇവരിപ്പോഴും ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇത് KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷനുള്ള MG ഹെക്ടർ ആണ്. പ്ലസ് അല്ലല്ലോ? അല്ല, MG ഹെക്ടർ KL 59. പറഞ്ഞോളൂ. ഇത് 2019 മോഡലാണ്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഷാർപ്പ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. 360 ഡിഗ്രി ക്യാമറ, പനോരമിക് സൺറൂഫ്, 14 ഇഞ്ച് ഡിസ്പ്ലേ അങ്ങനെയൊക്കെ വരുന്നതാണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വാഹനം അല്ലേ? ഓക്കെ, ഓട്ടം 63,000. 4 വർഷം കൊണ്ടാണ്. പെട്രോൾ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്നത്. ഓട്ടോമാറ്റിക് പെട്രോളേ ഉള്ളൂ. ഓക്കെ, ഒരു 10-11 റേഞ്ച് മൈലേജ് കണ്ടാൽ മതി. അത്രയും കണ്ടാൽ മതി. മൈലേജ് പ്രതീക്ഷിക്കണം. നിങ്ങളിപ്പോൾ MG ഓട്ടോമാറ്റിക് എത്ര കൊടുത്തിട്ടുണ്ടാവുന്നത് മൊത്തത്തിൽ? എന്തായാലും ഒരു 100+ എന്തായാലും കൊടുത്തു. അത്രയും കൊടുത്തു? ഡെഫിനറ്റ്. കാരണം എല്ലാ മാസവും നമുക്കൊരു 3-4 വണ്ടി പോകുന്നില്ലേ. MG ഓട്ടോമാറ്റിക് തന്നെയാണ് ഇവിടെ കൂടുതൽ കാണാറുള്ളത്. അതാണ് ഞാൻ ചോദിച്ചത്. നമ്മളൊരു കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഏറ്റവും മൂവിങ് ഉള്ള ഒരു വണ്ടി സെൽട്ടോസും MG ഒക്കെ തന്നെ. എല്ലാ മാസവും 2, 3, 4 വണ്ടി എന്തായാലും പോകുന്നുണ്ട്. ഓക്കെ, പ്രൈസിങ് പറഞ്ഞോളൂ എങ്ങനെയാ? ഇതിപ്പോൾ റേറ്റ് വയ്ക്കുന്നത് 13,75,000. 13.25 ലക്ഷം രൂപ. 2019 ഷാർപ്പ് ഓട്ടോമാറ്റിക് MG ഹെക്ടർ 63,000 ഓടിയ വാഹനം. വാറണ്ടി കഴിഞ്ഞോ? MG വാറണ്ടി 2024 വരെ ഉണ്ടാവുള്ളൂ. ഇപ്പം ഇനി 6 മാസം. ഒരു 4-5 മാസം അത്രേ ഉള്ളൂ. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? എടുക്കുന്ന 5 വർഷം തന്നെ കിട്ടും. മാക്സിമം കിട്ടുള്ളൂ അല്ലേ? അതിനപ്പുറം പിന്നെ എങ്ങനെ കൊടുക്കുന്നത്? അല്ല, നമ്മളെ വാറണ്ടി ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഇവരുടെ വാറണ്ടി ഉള്ള വാഹനമാണ്. ഓക്കെ, മാക്സിമം ലോണും കയറുമല്ലോ? കയറും. ഒരു 12-13 റുപ്യ കയറും. ഓക്കെ, നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ. ഓക്കെ, ഹ്യുണ്ടായി ക്രെറ്റ ന്യൂ ഷേപ്പ് KL 5 കോട്ടയം വണ്ടിയാണ്. അതെ. ആ ഡോറ് അത് ഇങ്ങനെ ചേച്ചി തുടച്ചുകൊണ്ടിരിക്കാതെ. ഓക്കെ, വേണമെന്ന് അടച്ചു വെച്ചോളൂ. ചാരിയൊക്കെ. ഓക്കെ, പറഞ്ഞോളൂ. ഇത് 2022 മോഡലാണ്. SX ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ, വാറണ്ടി 22 പറയുമ്പോൾ 25 6 മാസം വരെയായിട്ട് വാറണ്ടി ഉണ്ട്. വേണം എക്സ്റ്റെൻഡ് ചെയ്യാം. 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഏതാ ടോപ്പറ്റാ? SX ആണ് വണ്ടി. അതായത് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എയർ ബാഗിന്റെ എണ്ണത്തിൽ കുറവുണ്ടാവും. ക്യാമറ ഒക്കെ വരും. സെൽട്ടോസിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ സെയിം വാഹനം തന്നെ. സെയിം മൈലേജ് എല്ലാം സെയിം അല്ല, വ്യത്യാസങ്ങളൊന്നുമില്ല. പവർ, എഞ്ചിനൊക്കെ സെയിം. എത്ര കൊടുക്കും? റേറ്റ് നമ്മൾ വയ്ക്കുന്നത് 15,90,000. 15,90,000 രൂപയ്ക്ക് 2022 മോഡൽ ക്രെറ്റ SX സ്വന്തമാക്കാം. മാനുവൽ ഓട്ടോമാറ്റിക്. ഇനി ഇതിന്റെ മാനുവൽ ബ്ലാക്ക് വരാനും ഉണ്ട്. അത് 2021 മോഡൽ. അല്ല, 22 മോഡൽ തന്നെ. 22 സെയിം മോഡലാണ് അല്ലേ? മോഡൽ SX ആണ്. മാനുവൽ ആണ്. ഓക്കെ, ലോൺ എന്തായാലും മാക്സിമം ഉണ്ടാവുമല്ലോ? മാക്സിമം പാസ്സാക്കി കൊടുക്കാം. വീണ്ടും MG തന്നെ വന്നു. ബ്ലാക്ക് MG ആണ്. KL 33 രജിസ്ട്രേഷൻ. ഇത് ഓട്ടോമാറ്റിക്കാ? സെയിം പെട്രോൾ. പറഞ്ഞോളൂ. ഇത് 2020 മോഡലാണ്. ഇതാകുമ്പോൾ 25 വരെ വാറണ്ടി ഉണ്ടാവും. ഓക്കെ, പിന്നെ ഷാർപ്പ് ഓട്ടോമാറ്റിക്, ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത്. പെട്രോളിൽ 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വണ്ടി വരുന്നത്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, എത്ര കൊടുക്കാം? നമ്മൾ റേറ്റ് വയ്ക്കുന്നത് 15,60,000 രൂപ. 15,60,000 2050 15.5 മതി. വെറുതെ ഇനി 10,000 രൂപ കൂട്ടി പറഞ്ഞു. കുറച്ചും കൂടി ആകുമ്പോൾ കൂടി കുറച്ച് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ മതി. ഓക്കെ, 15,50,000 രൂപയ്ക്ക് 2020
2025 വരെ വാറണ്ടി ലഭിക്കുന്ന ഷാർപ്പ് ഓട്ടോമാറ്റിക് MG ഹെക്ടർ സ്വന്തമാക്കാം. 18,000 കിലോമീറ്റർ മാത്രമേ നിലവിൽ ഓടിയിട്ടുള്ളൂ. ഓക്കെ, എത്ര കയറും ലോൺ? നമുക്കൊരു 85-90% എന്തായാലും ലോൺ ചെയ്യാൻ പറ്റില്ല. ഇതിനൊക്കെ ഒരു മെയിൻ്റെനൻസ് ചാർജ് എങ്ങനെ വരുന്നുണ്ട്? ഇല്ല, നോർമൽ സർവീസിനൊക്കെ ഒരു 7,000-8,000 രൂപ മാക്സിമേ ഉള്ളൂ, അത്രേ വരുന്നുള്ളൂ അതിനുള്ളിലല്ല. അതെ. പിന്നെ മേജർ സർവീസ് കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ, പെട്രോൾ വണ്ടിയല്ല, അതൊന്നും വരില്ല. ഓക്കെ, പിന്നെയും മലയാളീസോ ഹെക്ടർ കൊണ്ട് വേറും കളിയാണ്. KL7 എറണാകുളം വണ്ടിയാണ്. എങ്ങനെയാ? ഇതും ഓട്ടോമാറ്റിക് ആണ്. 2019 മോഡൽ ഓട്ടോമാറ്റിക്. 19 മറ്റേ 20 ആയിരുന്നു അല്ലേ? മറ്റേ 20 മാസം 20 കാണിച്ചു. വൈറ്റ് 19 ആയിരുന്നു. വൈറ്റ് 19 ആയിരുന്നു. അപ്പോൾ വൈറ്റിന്റെ സെയിം റേറ്റ് ചെയ്ത് കൊടുക്കാം. സെയിം റേറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് കുറവാണ്. എത്രയുണ്ട്? 37,000 ഓടി. അപ്പോൾ നിങ്ങൾ വൈറ്റിന്റെ അവരോട് ചെയ്യുന്ന മോശമല്ല. വൈറ്റിന് ടയർ അത്യാവശ്യം ഉണ്ട്, ഇത് ടയർ കുറവാ. എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ടാലി ആരും നിരാശപ്പെടുത്തണല്ല. ഓക്കെ, 19 എത്ര ഓട്ടം? 37,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 37 ഓട്ടോമാറ്റിക് ആണ് കേട്ടോ, ഫുൾ ഓപ്ഷൻ. ഓക്കെ, ഏറ്റവും ടോപ്പിൻ്റെ വാഹനം തന്നെ. പറഞ്ഞോളൂ. ഇനിയിപ്പോൾ എന്താ പറയുക, അല്ല പ്രൈസ് ആദ്യം തന്നെ മറ്റേതിൻ്റെ റേറ്റ് വെച്ചാൽ ഇത് തന്നെ. ഇത് നമുക്കൊരു 13,350 തന്നെ കൊടുക്കാം. 13,75,000 രൂപയ്ക്ക് ഈ ലോൺ സ്വന്തമാക്കാം. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മറ്റേ വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. വേറെ എന്താ, വാറണ്ടി ഒക്കെ സെയിം. ഇത് 9 മാസമാണ്, അത് 6 മാസമാണ്. 9 മാസം വരെ വാറണ്ടി കിട്ടും. അതെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹ്യുണ്ടായി i20 KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് ഡീസലാണോ പെട്രോളാണോ? പെട്രോളാണ്. നന്നായി. ഒരു ഡീസൽ വണ്ടി വെക്കറേട്ടാ പറ. 2018 മോഡലാണ്. സ്പോർട്സ് ആണ് വണ്ടി വരുന്നത്. പെട്രോള്, മാനുവൽ, സിംഗിൾ ഓണർ. 30,000 കിലോമീറ്റർ ഓടി. ഓക്കെ, ഫുള്ളിന്റെ താഴേക്ക് താഴെ മിഡിലായിട്ട് വരുന്ന ഓപ്ഷനാണ് സ്പോർട്സ് പറയുന്നത്. ഫുള്ളിന്റെ താഴെയല്ലേ? ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 6 എയർ ബാഗ് വരും. അതിൽ ആസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ 2 എയർ ബാഗ് ആവും. സ്പോർട്സിലേക്ക് വരുമ്പോൾ അലോയ്സ് ഉണ്ടാവില്ല, പിന്നെ ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല. അത്ര തന്നെ ഉള്ളൂ ഡിഫറൻസ്. അല്ല, പ്രൊജക്ട് ഹെഡ് ലാമ്പ് മാറും ആസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ, എല്ലാം വരില്ല. ഓക്കെ, ഓട്ടോ എത്ര പറഞ്ഞു? 30,000. 18 നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ്. മൈലേജ് എങ്ങനെ പോയാലും ഒരു 12 മുതൽ 15 ഉള്ളിലായിട്ടൊക്കെ കണ്ടാൽ മതി, അത്രയും കണ്ടാൽ മതി. ഓക്കെ, വെയിറ്റ് ഉള്ള വണ്ടിയാണ്. എത്ര കൊടുക്കാം? റേറ്റ് നമ്മൾ 5,95,000. 5,95,000 2018 സ്പോർട്സ് 30,000 കിലോമീറ്റർ ഓടി i20 നിങ്ങൾക്ക് സ്വന്തമാക്കാം. റേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളാം അല്ലേ? ചെറിയ മാറ്റം നമുക്ക് ചെയ്യാറില്ല. ആയിക്കോട്ടെ, ലോൺ ഒരു 4,500 കയറും. 5 രൂപ ലോൺ കയറും. 5 lakhs കയറും. ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ, ഒരു വർക്കും ഒന്നും ഇല്ലല്ലോ. ഒരു ഡോറ് മാറിയിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് ഡോറ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് മാറിയാണ്. ഗ്ലാസ് മാറിയോ? ഇല്ല, ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല, ഡോറ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഓക്കെ, ഗ്ലാസ് മാറിയിട്ടില്ല, ഡോറ് മാത്രമേ മാറി. അതിനെ കസ്റ്റമറുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു എന്തായാലും നെഗറ്റീവ് ഒന്നും പറയില്ലല്ലോ, സ്വന്തം വണ്ടിയല്ലേ. എന്നാലും ഒരു പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു വർത്തമാനത്തിൽ ജെന്യൂനിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴും വേറെ മേജർ ഉള്ളോട്ടേക്ക് ഒന്നും വന്നിട്ടൊന്നുമില്ല. അല്ലല്ല, നമ്മൾ സ്വന്തം വണ്ടിയാണ്. നമ്മൾ വാറണ്ടി കാര്യം ഉണ്ടാവും. അത് ജസ്റ്റ് ഒരു സ്കൂട്ടർ ഇടിച്ചാന്നാണ് പറഞ്ഞത്. സ്കൂട്ടർ കമ്പനിയിൽ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാൻ കൊടുത്താന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹ്യുണ്ടായി i10 ഗ്രാൻഡ് ആണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2019 ആണ്. സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അതിൽ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് 2019 സ്പോർട്സ് അല്ലേ? 40,000 നോർമൽ ഔട്ടാണ് ഓടിയത്. ആസ്റ്റ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. പുഷ്പട്ടം വരില്ല, അലോയ്സ് ഉണ്ടാവില്ല, വൈപ്പർ ഉണ്ടാവില്ല. അതാണ് ആസ്റ്റയായിട്ട് വ്യത്യാസം വരുന്നത് അല്ലേ? ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ മൈലേജ് എന്ന് പറയുന്നത് 12 മുതൽ ഒരു 16 വരെയൊക്കെയാണ് മൈലേജ് പറയാൻ പറ്റുക. അതിൻ്റെ ഇടക്കായിട്ടാണ് ഓടിക്കുന്നത്, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്ര കൊടുക്കാം? ഇതിപ്പോൾ നമ്മൾ 4,65,000 ചോദിക്കുന്നത്. കുറച്ച് കൊടുക്കാം, ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് അല്ലേ? 4,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് 2019 മോഡൽ 40,000 കിലോമീറ്റർ ഓടിയ വാഹനം സ്വന്തമാക്കാം. 4 lakhs എബോവ് ലോൺ കിട്ടുമോ? 4 lakh കിട്ടും. എബോവ് കിട്ടില്ല, 4 lakh വരെ നോക്കാം. ഓക്കെ, 65,000 കണ്ട ഇറക്കാം. അതെ, അത്രേ ഉള്ളൂ. ബാക്കി നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് ന്യൂ ഷേപ്പ് i20 ആണ്. ന്യൂ ഷേപ്പ് മാത്രമല്ല, ഏറ്റവും ന്യൂ ആണ് i20. 2023 മൂന്നാം മാസം വാഹനമാണ്. ഏകദേശം ഇപ്പോൾ ഒരു വർഷമാവാൻ 2 മാസം കൂടി ഉണ്ട്. ഒരു മാസം ഇല്ല കേട്ടോ, 2-ാം തീയതിയാണ്. 2-ാം തീയതി കഷ്ടിച്ച് ഒരു വർഷം കഷ്ടി. അപ്പോൾ പറഞ്ഞോളൂ. ഇത് 2022 മോഡല് 23 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. പെട്രോള്, സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്.
സിംഗിൾ ഓണർഷിപ്പിൽ 12,000 കിലോമീറ്റർ ഓടിയ നോൺ ടർബോ നോൺ ടെർബോ നോൺ ടർബോ വാഹനമാണ്. പിന്നെ വാറണ്ടി എത്ര വരെ കൊടുക്കേണ്ടതുണ്ടായി? 3 വർഷം 2026 വരെ വരെ വരേണ്ടി കമ്പനിയിൽ വാറണ്ടിയിൽ നിൽക്കുന്ന കാറാണ്. i20 ന്യൂ ഷിപ്പ് i20 ആണ്. സ്പോർട്സ് ഫുള്ളിൻ്റെ താഴേക്ക് വരുന്ന ഓപ്ഷൻ അതെ അതെ അല്ലേ? ഓക്കെ. അലോയ്സ് വരുന്നില്ല, വീൽ കപ്പാണ്. കാണുമ്പോൾ പെട്ടെന്ന് അലോയ്സ് ആണെന്ന് വിചാരിക്കും, അലോയില അതെ തെറ്റിദ്ധരിക്കും. ഒറ്റ നോട്ടത്തിൽ അങ്ങനെയുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. അതെ സ്ക്രീന് ക്യാമറ നമ്മൾ നോർമലി പഴയ എലൈറ്റ് i20 ആ ഒരു മൈലേജ് തന്നെ കിട്ടത്തുള്ളൂ. അതിനേക്കാൾ കിട്ടുമോ? അതിനേക്കാളും കിട്ടും. മൈലേജ് ഉണ്ട്. മൈലേജ് ഒരു 16-17 എന്തായാലും കിട്ടുന്നുണ്ട്, കൺഫേം ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ പറഞ്ഞോളൂ. പിന്നെ റേറ്റ് നമ്മൾ ചോദിക്കുന്നത് ഒരു 7,85,000. 7,85,000 സ്പോർട്സ് 2022 മോഡൽ 23 രജിസ്ട്രേഷൻ. 23 രജിസ്ട്രേഷൻ. ഓക്കെ. എന്തായാലും 3 മാസം വരെ വാറണ്ടി പോലും 26 വരെ വാറണ്ടി വരെ ഉള്ള വണ്ടിയാണ്. 7 lakhs ലോൺ കിട്ടുമോ? കിട്ടും. 7 lakh ഒക്കെ നമുക്ക് ലോൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. 7 lakh നല്ല പ്രൊഫൈലാണ്. 7 lakh എന്തായാലും ലോണും കൊടുക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ന്യൂ ഷേപ്പ് i20 നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഡെഫിനറ്റ്ലി. ഓക്കെ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു സെലേറിയോ ആണ്. KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷനുള്ള സെലേറിയോ. ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് ആണല്ലേ? അതെ അതെ. ഏതാ മോഡല്? ഇത് 2019 മോഡൽ ZXi ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. അതെ അതെ. എത്ര ഓടി? പിന്നെ സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ ആണ്. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 19. ഓക്കെ. 54,000. റേറ്റ് വന്നിട്ട് 4,85,000. ZXi ഓട്ടോമാറ്റിക് സെലേറിയോ 4,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിൻ്റെ ലോണ് 4 lakhs 4 lakh എന്തായാലും കയറും. അപ്പോൾ കിട്ടും. സെലേറിയോ ആണ്. മൈലേജ് ഏവറേജ് ഒരു 16 വരെയൊക്കെ കിട്ടൂല്ലേ മാക്സിമം? AMT ഗിയർ ബോക്സ് ആണ് വരിക. AMT ആണ് വരിക. 16-17 റേഞ്ച് മൈലേജും കിട്ടുന്നുണ്ട്. സ്ട്രെയിറ്റ് റോഡ് കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. ഇതിന് നിങ്ങൾ വാറണ്ടി ഇല്ലേ? ഉണ്ട്. നമ്മുടെ ഷോറൂം വാറണ്ടി ഇല്ല? 1 year ഉണ്ട്. ഓക്കെ. നമുക്ക് കാണിച്ച എല്ലാ വണ്ടിക്കും വാറണ്ടി ഉണ്ട്? എല്ലാത്തിനും ഉണ്ട്. നമ്മൾ പാർക്കിംഗ് സൈഡൊന്നും കാണിച്ചിട്ടില്ല. ഇല്ല, എല്ലാ വണ്ടിക്കും വാറണ്ടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലൊന്നും ആലോചിക്കാനില്ല. പ്രൈസ് എന്തായാലും വന്നാൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ മാറ്റങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കും. ഓൾറെഡി ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ വീഡിയോയിൽ ഓൾറെഡി കുറച്ചിട്ടാണ് ഇടാറ്. എന്നിരുന്നാലും ഒന്നുകൂടി ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി നമുക്ക് പുതിയ സ്റ്റോക്ക് സെയിം വണ്ടികൾ തന്നെ വന്നിട്ട് വീണ്ടും കാണാം. അതെ, അതല്ലേ മാറ്റം വരുത്തും. നമ്പർ പ്ലേറ്റ് മാറും. അത്ര ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. കോഴിക്കോട് തിരുവണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത്. മാങ്കാവ് തിരുവണ്ണൂർ. കോൺടാക്ട് നമ്പർ വീഡിയോയിലുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മറന്നുകൊണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം വരട്ടെ. ഓക്കെ, നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. എല്ലാം നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.